നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. 1001 രൂപയ്ക്ക് ഇത്തവണ വിഷു കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏകദേശം 1250 രൂപ വിലയുള്ള കിറ്റാണ് 1001 രൂപയ്ക്ക് നൽകാനായി തീരുമാനിച്ചിരിക്കുന്നത്. 16 ഇനം ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയതാണ് ഈ ഒരു ഭക്ഷ്യക്കിറ്റ്. ഇതിൽ പഞ്ചസാര 1 കിലോഗ്രാം, ചെറുപയർ പരിപ്പ് 500 ഗ്രാം, വൻപയർ 500 ഗ്രാം, കടല 500 ഗ്രാം, ശർക്കരപ്പൊടി 1 കിലോഗ്രാം, ശബരി പായസം മിക്സ് 200 ഗ്രാം, പായസക്കൂട്ട് 50 ഗ്രാം, മിൽമ നെയ്യ് 100 ml, ശബരി ജീരകം 100 ഗ്രാം, ശബരി കടുക് 100 ഗ്രാം, ശബരി പുട്ടുപൊടി 1 കിലോഗ്രാം, ശബരി ഉപ്പ് 1 കിലോഗ്രാം, ശബരി ചിക്കൻ മസാല 100 ഗ്രാം, ശബരി വെളിച്ചെണ്ണ 1 ലിറ്റർ, ശബരി ഗോൾഡ് ചായപ്പൊടി 250 ഗ്രാം എന്നിങ്ങനെ 1250 രൂപ വിലയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കിറ്റാണ് 1001 രൂപയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ വിൽപ്പന നടത്തുന്നത്. അപ്പോൾ തീർച്ചയായും വിഷുവിന് മുൻപായി ഈ ഒരു കിറ്റ് കൈപ്പറ്റുവാൻ ശ്രദ്ധിക്കണം. താരതമ്യേന പുറത്തുള്ള വിലയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് ഈ ഒരു ഭക്ഷ്യ കിറ്റ് വിൽപ്പന നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വാങ്ങുവാനായി ശ്രദ്ധിക്കണം. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ഇത്തവണ വിഷു ഉത്സവ സീസൺ പരിഗണിച്ചുകൊണ്ട് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒന്നിച്ച് നൽകാനായി സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഒരു മാസത്തിൽ 2000 രൂപയാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുക ഇപ്പോൾ നൽകി വരുന്നത്. 2 മാസത്തെ തുക ഒന്നിച്ച് നൽകുമ്പോൾ 4000 രൂപയാണ് ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തെ തുകയായി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി ഒന്നിച്ച് ലഭിക്കാൻ പോകുന്നത്. ഇതിൽ മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം 25-ാം തീയതി മുതലാണ് ആരംഭിക്കുക. അതിനുശേഷം ഏപ്രിൽ മാസത്തെ 31-ാം തീയതി മുതലാണ് വിതരണം ആരംഭിക്കുക എന്നുള്ള അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് 2 മാസത്തെ തുക ഒന്നിച്ച് അക്കൗണ്ടുകളിലേക്ക് കൈമാറുന്നതിന് പകരം 2 തവണകളായി ഈ ഒരു മാർച്ച് മാസത്തിൽ കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിൽ 2 തവണയായാണ് ഈ ഒരു തുക ലഭിക്കുന്നത് എങ്കിലും കൈകളിൽ ലഭിക്കുന്നവർക്ക് ഒന്നിച്ച് ഈ ഒരു തുക ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. വിഷുവിന് മുൻപായി തന്നെ ഈ ഒരു തുക ഗുണഭോക്താക്കൾക്ക് ലഭിക്കും എന്നുള്ളതാണ് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന വിവരം. കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള തുക വിതരണവും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മാർച്ച് മാസത്തെ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി ഏപ്രിൽ മാസത്തെ തുകയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത്. ആ ഒരു തുക വിഷുവിന് മുൻപായി വിതരണം ചെയ്യുമോ എന്നുള്ള അറിയിപ്പ് ഇതുവരെ ലഭ്യമായിട്ടില്ല. അത് ഒരു തെരഞ്ഞെടുപ്പിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ മുൻകൂറായി തന്നെ വിതരണം ചെയ്യുവാനുള്ള സാധ്യതയുമുണ്ട്. എല്ലാവിധ ക്ഷേമ ആനുകൂല്യങ്ങളും തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ വിതരണം ചെയ്യുവാനുള്ള ശ്രമത്തിലാണ് സർക്കാരുള്ളത്. അപ്പോൾ തീർച്ചയായും പ്രഖ്യാപിക്കപ്പെട്ട ആനുകൂല്യങ്ങളാണ് വിതരണം ചെയ്യുക. പുതിയ പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിൽ ഉണ്ടാവുകയുമില്ല. നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കുവാനുള്ള കുടിശ്ശികയുടെ വിതരണം ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് ലഭിച്ചതാണ്. ഇതുവരെ തുക വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ തീർച്ചയായും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പും ഉടനെ തന്നെ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ ആർക്കെങ്കിലും ഒരു നിർമ്മാണ തൊഴിലാളികളുടെ കുടിശ്ശിക പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമന്റ് രേഖപ്പെടുത്തുക. എത്ര മാസത്തെയാണ് നിങ്ങൾക്ക് ലഭിക്കാനുള്ളത്, അതുപോലെ തന്നെ എത്ര മാസത്തെ തുക ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങൾ കൂടി കമന്റിലൂടെ രേഖപ്പെടുത്തുവാൻ അറിയിക്കുന്നു. അത് മറ്റുള്ളവർക്കും അറിയുവാൻ ഒരു ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ തീർച്ചയായും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.